ഹായ് ഓൾ, വെൽക്കം ടു ലൈറ്റ്സ്. ഇൻകം ടാക്സിൻ്റെ ബേസിക് കൺസെപ്റ്റുകളിൽ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ചില കൺസെപ്റ്റുകൾ എഗെയിൻ കുറേ ടേമുകളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ ടാക്സബിൾ ഇൻകം തുടങ്ങിയിട്ടുള്ള ടേമുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വിൽ സ്റ്റാർട്ട്. അണ്ടർസ്റ്റാൻഡിങ് ദി ഹൈറാർക്കി ഓഫ് ഇൻകം കാൽക്കുലേഷൻ ഈസ് വൈറ്റൽ ഫോർ ന്യൂമറിക്കൽ ആൻഡ് സീക്വൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മളോട് ചോദിക്കും എന്നുള്ളത് ഓർക്കുക. അതായത് ഇത്തരത്തിൽ സീക്വൻസ് എങ്ങനെയാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്, ആ ടാക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻകം കാൽക്കുലേഷനാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദി ഇൻകം ടാക്സ് ആക്ട് 2025 മെയിൻറ്റെയിൻസ് ദി ട്രഡീഷണൽ 5 head സ്ട്രക്ചർ ബട്ട് സിംപ്ലിഫൈസ് ഹൗ ദേ അഗ്രിഗേറ്റ്. ഓക്കെ, സോ നമ്മളുടെ ഇപ്പോഴത്തെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള 1961 ആക്ടിൽ നിന്നും 2025 ആക്ടിലേക്ക് വരുമ്പോഴുള്ള മേജർ ചേഞ്ചസാണ്. അപ്പോൾ അത്തരത്തിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഈ ഒരു ഏരിയയിലും ഉണ്ട്. എന്നാൽ ദേ മെയിൻറ്റെയിൻ ദി 5 ഡിഫറെൻറ്റ് ഹെഡ്സ്. അതിലൊന്നും ഡിഫറൻസസ് ഇല്ല. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് തുടങ്ങിയിട്ടുള്ള ആ 5 സോഴ്സസ് ഇല്ലേ, ആ 5 സോഴ്സസിൽ യാതൊരു മാറ്റവും വരുന്നില്ല. എന്നാൽ അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നു. അതിനെ ആഗ്രിഗേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് നോക്കണം. ആദ്യമായിട്ട് കൺസെപ്റ്റ് ഓഫ് ഇൻകം. സെഷൻ 2 സബ്സെഷൻ 24 ആണ് ഇൻകം എന്നുള്ള ടേമിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻകം ഈസ് ആൻ ഇൻക്ലൂസീവ് ടേം. ലൈക്ക് നമ്മൾ എന്താണോ പേഴ്സണകത്ത് പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഡെഫിനിഷൻ വരുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് not only what is received but also what is deemed to be received. ആക്ച്വൽ റിസീവ്ഡ് ഇൻകം എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അതോടൊപ്പം കിട്ടിയതായിട്ട് നമുക്ക് കരുതാവുന്ന ഡീംഡ് ടു ബി റിസീവ്ഡ് എന്നുള്ള കൺസെപ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇൻകം മീൻസ് നോട്ട് ഓൺലി വാട്ട് ഈസ് ആക്ച്വലി റിസീവ്ഡിൻ്റെ ഒപ്പം എന്തുകൂടി വരുന്നു, ഡീംഡ് ടു ബി റിസീവ്ഡ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇൻകം പറയുന്നത്. ഓക്കെ, സോ ഇൻകത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഗുലാരിറ്റി. ഇൻകം യൂഷ്വലി കംസ് ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്, മേ ബി സാലറി, റെൻറ്റ്, അങ്ങനെയുള്ള ഡെഫിനിറ്റ് സോഴ്സാണ്. ബട്ട് കാഷ്വൽ ഇൻകംസ് ലൈക്ക് വിന്നിങ്സ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. സോ ഇൻകത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നത്, സോ ഇൻകം എന്ന് പറയുന്നതിന് ഒരു റെഗുലാരിറ്റി നമുക്കവിടെ കാണാൻ സാധിക്കും. റെഗുലാരിറ്റി എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കാണുന്ന ഡെഫിനിറ്റ് സോഴ്സ്, ഇപ്പോൾ സാലറി ആണെങ്കിൽ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ റെൻ്റ് ആണെങ്കിൽ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു റെഗുലാരിറ്റി ഇൻകത്തിനുണ്ട്. അതേസമയം ക്യാഷ്വൽ ഇൻകവും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു തവണ കിട്ടുന്ന, നമ്മൾ ചിലപ്പോൾ ലോട്ടറി അടിച്ചായിരിക്കാം, ഒരു തവണയായിരിക്കും കിട്ടുക. അങ്ങനെ നമുക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു തവണ കിട്ടുന്ന അഡീഷണൽ ഇൻകവും കൂടി ഇത്തരം ഇൻകത്തിൻ്റെ സ്കോപ്പിൽ വരുന്നുണ്ട്. ദെൻ ഫോം. ഇറ്റ് ക്യാൻ ബി ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്സ്. ക്യാഷായിട്ട് കിട്ടുന്ന ഇൻകം ആകാം, അല്ലെങ്കിൽ കൈൻഡായിട്ട് പെർക്യൂസിറ്റ്സ് എന്ന് പറയും, അഡീഷണൽ ബെനിഫിറ്റ്സ്. ക്യാഷായിട്ടല്ലാതെ ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, അതൊരു ബെനിഫിറ്റ് അല്ലേ. എംപ്ലോയീസിന് കമ്പനി റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, റെൻറ്റ് പേ ചെയ്യാതെ അവർക്ക് താമസിക്കാം, അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ കാർ കൊടുക്കുന്നു, ബെനിഫിറ്റാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇൻ കൈൻഡിലുള്ള ബെനിഫിറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. Then legal and illegal versus illegal. For tax purpose, the legality of source is irrelevant. Illegal income is equally taxable. നമ്മൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ഓർക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്ന ഏതിലാണ്, ലീഗലി ഏൺ ചെയ്യുന്ന ഇൻകത്തിൽ മാത്രമാണെന്നൊരു ചിന്ത ഒരിക്കലും വേണ്ട. ടാക്സ് പർപ്പസിന് നമ്മൾ ലീഗാലിറ്റി അവിടെ എടുക്കുന്നേ ഇല്ല. ഇല്ലീഗലി ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം ആയാലും ഹീ ഈസ് ലയബിൾ ടു പേ ടാക്സ്, അത്രേ ഉള്ളൂ. ഏത് രീതിയിലുള്ള ഇൻകം ആയിക്കോട്ടെ ടാക്സ് പേ ചെയ്യാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. സോ ഫീച്ചേഴ്സിലേക്ക് വന്നപ്പോൾ എന്ത് പറഞ്ഞു, റെഗുലാരിറ്റി പറഞ്ഞു. റെഗുലർ നേച്ചറിലുള്ളതാണ് ഇൻകം, അതേസമയം കാഷ്വൽ ഇൻകം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോം മേ ബി ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്, പെർക്യൂസിറ്റ്സ് ആകാം. അതേപോലെ ലീഗൽ വേഴ്സസ് ഇല്ലീഗൽ ക്ലാസിഫിക്കേഷൻ ഇവിടെ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇല്ലീഗലായാലും ലീഗാലിറ്റി ഈസ് ആക്ച്വലി ഇർറെലവൻറ്റ്. ദെൻ നെറ്റ് റിസീപ്റ്റ്സ്. ഇൻകം ഈസ് ജനറലി ടാക്സ്ഡ് ഓൺ എ നെറ്റ് ബേസിസ്. എന്തുകൊണ്ടാണ് നെറ്റ് ബേസിസ് എന്ന് പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ച് എത്രമാത്രം റിസീപ്റ്റ് ഉണ്ടോ അതിൽ നിന്നും എന്ത് കുറയ്ക്കും, അത് നേടിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസ് എത്രയാണോ അത് കുറയ്ക്കുന്നു. സോ കോസ്റ്റ് കുറച്ചിട്ട്
നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകത്തിൽ നിന്ന് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു നെറ്റ് ബെനിഫിറ്റ് കിട്ടും. ആ നെറ്റ് ബെനിഫിറ്റാണ് ഇവിടെ നമ്മൾ ആക്ച്വലി ഇൻകം ടാക്സിൻ്റെ സ്കോപ്പായിട്ട് വരുന്നത്. സോ നെറ്റ് റിസീപ്റ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഇൻകം ഇസ് ജനറലി ബേസ്ഡ് ഓൺ നെറ്റ് ബേസിസ്, റിസീപ്റ്റ് മൈനസ് എക്സ്പെൻസ്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് ഇൻകം എന്താണെന്ന് പറഞ്ഞു, ഇൻകത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കൺസെപ്റ്റ് നമ്മൾ അറിയേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദി സം ഓഫ് ഇൻകം ഫ്രം ദി 5 സോഴ്സസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ബട്ട് ബിഫോർ ഡിഡക്റ്റിംഗ് എനി എമൗണ്ട് അണ്ടർ ചാപ്റ്റർ 6A. ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. ഒരു ടാക്സ് ലേമാൻ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബേസിക് കൺസെപ്റ്റുകളാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡ്സ് കൂട്ടിയിട്ടാണ്. 5 ഹെഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഇൻകം ഫ്രം സാലറീസ്, സാലറി ഇൻകം, റെമ്യൂണറേഷൻ ഫ്രം എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും സാലറിയുടെ ഭാഗമാണ്. അത് നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്നുള്ള ഹെഡിൽ കാണിക്കുന്നു. രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് കിട്ടുന്ന റെൻ്റൽ ഇൻകം, ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള റെൻ്റൽ ഇൻകം, ആ റെൻ്റൽ ഇൻകത്തിനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കാണിക്കുന്നത്. റെൻ്റൽ ഇൻകം ഫ്രം ബിൽഡിങ്സ് ഓർ ലാൻഡ് അപ്പർട്ടനൻറ്റ് ദെയർ ടു. മൂന്നാമതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ കണ്ടക്ട് ചെയ്ത ഏതെങ്കിലും ബിസിനസ്സോ ഏതെങ്കിലും പ്രൊഫഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ്. സോ ഇൻകം ഫ്രം ട്രേഡ്, കൊമേഴ്സ് ഓർ പ്രൊഫഷണൽ സർവീസസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി കിട്ടുന്ന ഇൻകംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, മൂന്നാമത്തെ ഹെഡ്. നാലാമതായിട്ട് ക്യാപിറ്റൽ ഗെയിൻ, പ്രോഫിറ്റ് ഫ്രം ദി സെയിൽ ഓഫ് ക്യാപിറ്റൽ അസെറ്റ്, സ്റ്റോക്കോ റിയൽ എസ്റ്റേറ്റോ പോലുള്ള നമ്മളുടെ ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം, മിഷനറി ഉണ്ടെന്ന് വിചാരിക്കാം. ആ മിഷനറി വിറ്റ് കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഷനറി ആണെങ്കിൽ അതൊരു ക്യാപിറ്റൽ അസെറ്റാണ്. ആ ക്യാപിറ്റൽ അസെറ്റ് നമ്മൾ വിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. എത്ര നാൾ നമ്മുടെ കൈവശം വച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ചില അസെറ്റ് 1 ഇയർ കൊണ്ട് ലോങ് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യും, ചില അസെറ്റ് 2 ഇയേഴ്സ് കഴിയുമ്പോൾ ലോങ് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യും, മറ്റു ചില അസെറ്റ് 3 ഇയേഴ്സ് കഴിയുമ്പോൾ മാത്രമായിരിക്കും ലോങ് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിരിക്കും. ആ കാറ്റഗറിയൊക്കെ നമ്മൾ ആ ഒരു ഹെഡ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. സോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിൻസ്. സോ പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് എനി ക്യാപിറ്റൽ അസെറ്റ്, സ്റ്റോക്ക് ആകാം, റിയൽ എസ്റ്റേറ്റ് ആകാം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസെറ്റ് നമ്മൾ വിറ്റിട്ട് അതുവഴി നമുക്ക് കിട്ടുന്ന ഗെയിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. പിന്നെ ഉള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡിലും പെടാതെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ലൈക്ക് ദി റെസിഡ്യുവൽ ഹെഡ് മേ ബി ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, വിന്നിങ്സ്. ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹെഡ് എന്നാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഡിവിഡൻസ് ആകാം. മുകളിൽ പറയുന്ന ഒരു കാറ്റഗറിയിലും നമ്മൾ കമ്പനിയിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു വിചാരിക്കാം. നമുക്ക് ഇപ്പോൾ TCSൻ്റെ ഷെയർസ് നമ്മൾ വാങ്ങിച്ചിരുന്നു. ആ TCSൻ്റെ ഷെയർസിൽ നിന്ന് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിവിഡൻറ്റ് മുകളിൽ പറയുന്ന ഏതെങ്കിലും കാറ്റഗറി പെടുത്താൻ പറ്റുമോ? അത് സാലറി ആണോ? അല്ല. പ്രോഫിറ്റ് ആണോ? അല്ല. ഇതെന്താണ്? നമ്മൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണെ അതർ സോഴ്സസിനെ നമ്മൾ കാണിക്കും. സോ ഡിവിഡൻറ്റ് ആകാം, ഇൻട്രസ്റ്റ് ആകാം. ലൈക്ക് വി ഹാവ് എൻ FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ FDയിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിബഞ്ചേഴ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ ഭാഗമാണ്. ലോട്ടറി അടിക്കുന്നു. ഓക്കെ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്. സോ ഈ 5 ഹെഡ്സ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകത്തെ ടോട്ടൽ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദി സം ഓഫ് ഇൻകം ഫ്രം ഓൾ 5 ഹെഡ്സ്. ഈ 5 ഹെഡിൽ നിന്ന് ജസ്റ്റ് ടോട്ടൽ ചെയ്യുക എന്നുള്ളതല്ല. എന്താ അഡ്ജസ്റ്റ് ചെയ്യണം? ലോസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ അഡ്ജസ്റ്റിംഗ് ഫോർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇപ്പോൾ നമ്മളുടെ ബിസിനസ് ആണെന്ന് വിചാരിക്കാം. സോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം നമുക്കൊരു ലോസ് ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും. അത് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരം പ്രൊവിഷൻസ് ഉണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊവിഷൻ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരിക്കുന്ന ലോസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ 5 ഹെഡ്സിന് ടോട്ടൽ ചെയ്യുന്നത്. സോ 5 ഹെഡ്സിന് ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ചില ഡിഡക്ഷൻസ് നടത്തിയിട്ടാണ് ടോട്ടൽ ഇൻകത്തിലേക്ക് പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 5 ഹെഡ്സ് ലൈക്ക് സാലറി എഴുതുന്നു. സാലറിയിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ട് നെറ്റ് സാലറി ഔട്ടർ കോളത്തിലേക്ക് കാണിച്ചു. അതിനുശേഷം ഹൗസ് പ്രോപ്പർട്ടി എഴുതി. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ശേഷം വരുന്ന തുക ഔട്ടർ കോളത്തിലേക്ക് പോയി. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ കാണിക്കുന്നു. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിച്ചു. ദെൻ ക്യാപിറ്റൽ ഗെയിൻ കാണിച്ചു. ഫൈനൽ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് വന്നു. ദെൻ അതർ സോഴ്സസ് ഉണ്ടെങ്കിൽ അതും കാണിച്ചു. ഇതിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൾറെഡി നടത്തി. ഏതെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷം കിട്ടുന്ന ആ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കും. ഇതാണ് നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് ചില ഡിഡക്ഷൻസ് ഉണ്ട്. അതാണ് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ചാപ്റ്റർ 6A ഓർ ഈ ഡിഡക്ഷൻ മറ്റൊരു പേരും കൂടി ഉണ്ടല്ലോ. ഈ ഡിഡക്ഷനെയാണ് ഡിഡക്ഷൻസ് അണ്ടർ സെഷൻ 80C to 80U എന്ന് വിളിക്കുന്നത്. സെയിം ആണ് കേട്ടോ. 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ആണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് അതുകൂടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് നമ്മളുടെ എന്ത്? ബാക്കിയുള്ളതിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം. ഓക്കെ. സോ ടോട്ടൽ ഇൻകം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദി സം ഓഫ് all 5 heads after adjusting for set-off and carry forward of losses, but before deducting any amount under chapter 6A. 6A പ്രകാരമുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള തുക അല്ലേ? ഏതൊക്കെ ആഡ് ചെയ്യണം? 5 ഹെഡ്സിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നടത്തിയിട്ടുള്ള 5 ഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന തുക ബിഫോർ ഡിഡക്റ്റിംഗ് എനി ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ഇസ് കോൾഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിയല്ലോ. ഇനി അത് കഴിഞ്ഞുള്ളതാണ് നെറ്റ് ഇൻകം ഓർ ടാക്സബിൾ ഇൻകം. അതാണ് ടോട്ടൽ ടാക്സബിൾ ഇൻകം. ദിസ് ഈസ് ദി ഫൈനൽ എമൗണ്ട് ഓൺ വിച്ച് ടാക്സ് റേറ്റ് ഈസ് അപ്ലൈഡ്. ഈ എമൗണ്ടിലാണ് നമ്മൾ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? ടോട്ടൽ ടാക്സബിൾ ഇൻകം ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ചെയ്തില്ലേ, ഓൾറെഡി കാണിച്ചു തന്നു. എന്താ ചെയ്തത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എഴുതിയിട്ടുണ്ട് കണ്ടോ. നമ്മളിവിടെ എന്താ ഗ്രോസ് ടോട്ടൽ ഇൻകം എഴുതിയിട്ടുണ്ട്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് 80C to 80U പ്രകാരമുള്ള ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് ടാക്സബിൾ ഇൻകം ഓർ ടോട്ടൽ ഇൻകം കേട്ടോ. സോ യു ക്യാൻ സി ഫോർമുല ഈസ് ടോട്ടൽ ടാക്സബിൾ ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ഓക്കെ. സോ റൗണ്ടിങ് ഓഫ് സെഷൻ 288A ആണ് റൗണ്ടിങ് ഓഫിനെ പറ്റി പറയുന്നത്. The total income must be rounded off to the nearest multiple of 10. എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ടോട്ടൽ ഇൻകം ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുക. 2,88,989 എന്നാണ് ടോട്ടൽ ഇൻകം കിട്ടിയിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 10ൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. സോ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2,88,990 എന്നാക്കും. 10ൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നതല്ലേ. സോ ടോട്ടൽ ഇൻകം എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ടെൻസിലേക്കാണ്. 10ൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ട് വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ എന്നോർത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ്, ഗ്രോസ് റിസീപ്റ്റ്സ് എന്താണ്? ഗ്രോസ് റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മണി റിസീപ്റ്റാണ്. ഓക്കെ. സോ നമ്മൾ ഒരിക്കലും ഗ്രോസ് റിസീപ്റ്റ്സ് ഇൻകം ടാക്സിൽ കൊണ്ടുവരുന്നുണ്ടോ? ഗ്രോസ് റിസീപ്റ്റ്സ് അല്ല, എക്സംഷൻസ് കഴിഞ്ഞുള്ള തുകയാണ് നമ്മൾ ടാക്സിൻ്റെ ബേസായിട്ട് വരുന്നത്. സോ റിസീപ്റ്റ്സ് എന്ത് കാണിക്കും? റിസീപ്റ്റ് ചെയ്തോട്ടെ. നെറ്റ് എമൗണ്ട് ആണ് നമ്മളെപ്പോഴും ഇൻകം ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നോട്ട് ദി ബേസ് ഓഫ് ടാക്സ് എക്സെപ്റ്റ് ഫോർ സ്പെസിഫിക് പ്രിസംപ്റ്റീവ് സ്കീംസ്. ചില സ്കീമുകളിലൊഴികെ ബാക്കി ഒന്നിലും നമ്മൾ ഗ്രോസ് റിസീപ്റ്റ്സ് എടുത്ത് കാണിക്കാറില്ല. ഗ്രോസ് റിസീപ്റ്റ് അല്ല,
നെറ്റ് റിസീപ്റ്റാണ് എപ്പോഴും എടുത്ത് കാണിക്കുന്നത്. ഇനി അടുത്ത ടേം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദി ടോട്ടൽ ഓഫ് 5 ഹെഡ്സ് ആഫ്റ്റർ സെറ്റ് ഓഫ് നടത്തിയതിന് ശേഷമുള്ള 5 ഹെഡ്സിൻ്റെ ടോട്ടൽ, അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഡിഡക്ഷൻ അണ്ടർ 80C to 80U ആർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദിസ് ഫിഗർ. ഇവിടെ കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ഈ ഡിഡക്ഷൻസ് 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കുന്നത്. ദെൻ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഈസ് ദി ഫൈനൽ ടാക്സബിൾ ബേസ്, cannot exceed gross total income. It is rounded off to the nearest repeated. ഗ്രോസ് ടോട്ടൽ ഇൻകത്തെക്കാളും ഒരിക്കലും കൂടില്ലല്ലോ. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുകയുള്ളൂ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരിക്കലും കൂടില്ല. പിന്നെ ഓർക്കേണ്ടത് റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് റൂൾ ഈസ് ദെയർ. 288A പ്രകാരം നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? എന്തോ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് വീണ്ടും കുറേ കൺസെപ്റ്റുകളാണ്. എന്താണ് ഇൻകം, എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം, എന്താണ് ടോട്ടൽ ടാക്സബിൾ ഇൻകം, അതിനുള്ള ക്ലിയർ ഐഡിയ വേണം. ഓരോ സ്റ്റെപ്പിലും നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 സെഷൻ കഴിഞ്ഞു, 3ാം സെഷനിലേക്ക് വന്നു. ഇവിടെയൊക്കെ നമ്മൾ ടാക്സ് പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഓരോന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം എന്ന് പറഞ്ഞ ടീമിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് കണ്ടു, റൈറ്റ്? ഇൻകം കഴിഞ്ഞു. ഇൻകത്തിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോയി? നേരെ നമ്മൾ പോയത് ഗ്രോസ് ടോട്ടൽ ഇൻകം കൺസെപ്റ്റിലേക്കാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ദി ടോട്ടൽ ഓഫ് 5 ഹെഡ്സ്, അല്ലേ? ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. അത് കഴിഞ്ഞ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സബിൾ ഇൻകം കിട്ടും, റൈറ്റ്? ദെൻ ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടേം കൂടി നമുക്ക് മനസ്സിലാക്കാം. ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ കണ്ട റെഗുലർ ഇൻകം അല്ലാതെ സാലറി, റെൻറ്റ് പോലെ റെഗുലർലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേച്ചറിലല്ലാത്ത ഇൻകം, ലൈക്ക് വിന്നിങ്സ്, ലോട്ടറി അടിക്കുന്നു, ഗെയിംസിൽ നിന്ന് ലോട്ടറി അടിക്കുന്നു, അങ്ങനെയൊക്കെ ഗെയിംസിൽ നിന്ന് വിന്നിങ്സ് വരുന്നു, അങ്ങനെയൊക്കെയുള്ളത് എന്താണ്? വല്ലപ്പോഴും മാത്രം കിട്ടുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ റെഗുലർ ഇൻകം. അതാണ് ക്യാഷ്വൽ ഇൻകം. പാർട്ട് ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓർ ടോട്ടൽ ഇൻകം ബട്ട് ടാക്സ്ഡ് അറ്റ് എ ഫ്ലാറ്റ് റേറ്റ്. ഇവിടെ ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെയൊക്കെ ഭാഗമാണെങ്കിലും ടോട്ടൽ ഇൻകം ടാക്സ് ചെയ്യുന്ന റേറ്റിലല്ല ഇത് ടാക്സ് ചെയ്യുക. 30% വിത്തൗട്ട് ബേസിക് എക്സംഷൻ ഓർ ബെനിഫിറ്റ്. ഇവിടെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല, ഡിഡക്ഷൻസ് ഒന്നുമില്ല. എത്രയാണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 30% ടാക്സബിൾ ആണ് എന്നുള്ള രീതിയിലാണ് ക്യാഷ്വൽ ഇൻകം വരുന്നത്. ഇനി അടുത്ത കൺസെപ്റ്റുകൾ നമ്മൾ ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നില്ല. കുറച്ച് അഡീഷണൽ ടേം കൂടി നമുക്ക് മനസ്സിലാക്കണം. ഒന്നാമത് എക്സെംപ്റ്റ് ഇൻകം വേഴ്സസ് ഡിഡക്ഷൻ. എക്സെംപ്റ്റഡ് ഇൻകം അതിൻ്റെ ഡിഡക്ഷൻ 2 ടേമാണ്. രണ്ടും കോമൺലി എടുക്കുന്ന നമുക്ക് ഒന്നാന്ന് തോന്നുന്നു, ഒന്നല്ല. എക്സെംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നെവർ എൻറ്റേഴ്സ് ഗ്രോസ് ടോട്ടൽ ഇൻകം. എക്സെംപ്റ്റഡ് ആണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻ പർപ്പസിലേക്ക് കൊണ്ടുവരുന്നേയില്ല. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻകം കാണിക്കുന്നേയില്ല. ഓക്കെ, ലൈക്ക് അഗ്രികൾച്ചറൽ ഇൻകം. സെഷൻ 10 പ്രകാരമുള്ള ഇൻകത്തെയാണ് എക്സെംപ്റ്റഡ് ഇൻകംസ് എന്ന് പറയുന്നത്. ദീസ് ആർ നോട്ട് പാർട്ട് ഓഫ് അവർ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള ഓർക്കുക. അഗ്രികൾച്ചറൽ ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ അല്ല. അത് സെപ്പറേറ്റഡ് ആക്ട് ഉണ്ട്, അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്. ചില സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്. അത് പ്രകാരം സ്റ്റേറ്റ്സ് കളക്ട് ചെയ്തെന്നിരിക്കും. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇറ്റ് ഈസ് ആൻ എക്സെംപ്റ്റഡ് ഇൻകം. ദെൻ അടുത്ത് ഡിഡക്ഷൻസ് ആണ്. സെഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് സബ്സ്ട്രാക്റ്റഡ്. 80C മുതൽ 80U വരെയുള്ള ഇൻകം ആണ് ഡിഡക്ഷൻസ്. അതെന്താ ഡിഡക്ഷൻസ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം കാണിക്കും, പിന്നീട് ഡിഡക്ഷൻസ് ആയിട്ട് 80C മുതൽ 80U വരെയുള്ള സെപ്പറേറ്റ് ഡിഡക്ഷൻസ് ആയിട്ട് ഇത് കുറയ്ക്കാൻ സാധിക്കും. കുറച്ചിട്ടാണ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. അവിടെയാണ് എക്സെംപ്റ്റഡ് ഇൻകവും അതേപോലെ തന്നെ ഡിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. എക്സെംപ്റ്റഡ് ഇൻകം എൻ്ററേ ചെയ്യുന്നില്ല സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, എന്നാൽ ഡിഡക്ഷൻസ് ആണെങ്കിൽ അത് എൻ്റർ കാണിക്കുന്നുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം ഡിഡക്ഷനായിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം വേഴ്സസ് ടോട്ടൽ ഇൻകം. സോ എന്താണ് ഇവിടെ ചില ത്രെഷോൾഡ് ലിമിറ്റ്സ് ഉണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് നടത്തിയിട്ടാണ് ടോട്ടൽ ഇൻകത്തിലേക്ക് എത്തുന്നതെന്ന് ഓർത്താൽ മതി. നമ്മളിത് ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് അഡീഷണലി അതിനോട് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
ഈ ഒരു ടോപ്പിക് ഏരിയയിൽ ഓർക്കാനുണ്ടായിരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? ഇത്രയുമാണ് നമ്മൾ ഓർക്കേണ്ടത്. സോ കുറേ ടേമുകളെ പറ്റി നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ. വീണ്ടും നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് കാണാം. ബൈ.